അപ്പോൾ വായെടുത്താൽ നുണ പറയുക എന്നുള്ളത് അത് മുനാഫിക്കിൻ്റെ അടയാളമായിട്ടാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുജ്തഹിദാണ് എന്ന് മാത്രമല്ല, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുജ്തഹിദ് മുത്ലഖാണ്. ഇത് നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല. ഇത് മഹാന്മാരായ ഇമാമുകൾ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പഠിച്ച മഹാനവരുടെ തൊട്ടു ശേഷം വന്ന പണ്ഡിതന്മാരൊക്കെയും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇവർക്ക് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ വിരോധം മൂത്ത് അതിങ്ങനെ ഒരു മൂർധന്യാവസ്ഥയെത്തി നിൽക്കാൻ. ഇപ്പം ഇനി എന്ത് നുണ പറഞ്ഞാലും കുഴപ്പമില്ല, ഇമാം ഇബ്നു തൈമിയ്യയെ എതിർത്ത് പറഞ്ഞാൽ മതി, ആ നുണയാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ എന്തോ പുണ്യം കിട്ടുമെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. വല്ലാഹു അലം. എന്തായാലും ഇവർ പറയുന്നത് കേട്ടു നോക്കി. മൂപ്പര് മുജ്തഹിദാണ് ഇബ്നു തൈമിയ്യ ഫുറൂഇല്. അത് മുത്തലക്കാണെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. മുജ്തഹിദാണ്, അത് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് മുത്തലക്ക് മുജ്തഹിദല്ല, വെറും മുജ്തഹിദാണ്. അതെങ്ങനെയാണ്? മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മുത്തലക്കായി. മുജ്തഹിദ് മുത്തലക്ക് എന്നാണ് ഒരു ഉപാധിയും കൂടാതെ മുജ്തഹിദാണ്. ഓക്കെ. ഇത് മാത്രമല്ല, മുത്തലക്ക് മുജ്തഹിദ് പ്രത്യേകം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? അത് മുത്തലക്കാണെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അത് മുത്തലക്കാണെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ മുജ്തഹിദ് മുത്തലക്കാണെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. എത്ര വലിയ അപവാദം നോക്കി. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ പോരെ. എന്തിനാ വെറുതെ ഒരു ഇമാമിനെ മോശമാക്കാൻ വേണ്ടി നുണ പറയണതിനാ? എന്തിനെങ്ങനെ നുണ പറയുന്നത്? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് അൽ ഇൻസാഫ് എന്ന് പറയുന്ന കിതാബാണ്. ഇമാം അലാവുദ്ദീൻ അൽ മർദാവി റഹ്മത്തുള്ളാഹി കിതാബാണ്. മഹാനവറുകൾ അൽ ഖിസ്മുൽ അവ്വൽ എന്ന് പറഞ്ഞിട്ട് ഇജ്തിഹാദിന്റെ വിഭാഗങ്ങൾ തരംതിരിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗമാണ് അൽ മുജ്തഹിദുൽ മുത്ലഖ്. മുത്ലഖ് മുജ്തഹിദായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ മുജ്തഹിദ് മുത്ലഖ് എന്താണെന്ന് വിശദീകരിച്ചതിന് ശേഷം പറയാൻ ഉൾത്തു, ഞാൻ പറയട്ടെ. ഖദ് അൽഹഖ ത്വായിഫത്തും മിനൽ അസ്ഹാബിൽ മുതഅഖിരീൻ ബി അസ്ഹാബി ഹാദൽ ഖിസ്ം. ഈ പറയപ്പെട്ട വിഭാഗത്തിൽ, ഏത് വിഭാഗത്തിൽ? മുജ്തഹിദ് മുത്ലഖ് എന്ന വിഭാഗത്തിൽ നമ്മുടെ പിൽക്കാലക്കാരായ നമ്മുടെ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ ഈ വിഭാഗത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ആര് ചേർത്തിട്ടുണ്ട്? അശ്ശൈഖ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹ്, ഈ ഇമാം ഇബ്നു തൈമിയ്യ എന്നവർ മുജ്തഹിദ് മുത്ലഖാണ് എന്ന് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയാൻ. ഇദ്ദേഹം മരണപ്പെടുന്നത് 885-ലാണ്. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മരണപ്പെട്ട് 150 വർഷത്തിന് ശേഷമാണ് മഹാനവറുകൾ മരണപ്പെടുന്നത്. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തൊട്ട് ശേഷമുള്ള നൂറ്റാണ്ട് ജീവിച്ച പണ്ഡിതന്മാർ പറയാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുജ്തഹിദ് മുത്ലഖാൻ. അതിന് തെളിവെന്താണ്? വതസറുഫാതുഹു ഫീ ഫതാവിഹി, മഹാനവറുകളുടെ ഫത്വയിലുള്ള മഹാനവറുകളുടെ വൈഭവം, അതിൽ മഹാനവറുകൾ എഴുതി ചേർത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളും അതുപോലെ തന്നെ തസാനീഫുഹു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുമെല്ലാം തദുല്ലു അലാ ദാലിക, അദ്ദേഹം മുജ്തഹിദ് മുത്ലഖാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. അതിന് തെളിവാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഫത്വകളും മഹാനവറുകളുടെ കിതാബുകളുമൊക്കെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. വിവരമുള്ളവന് ബോധ്യപ്പെടും. എന്ത് ബോധ്യപ്പെടും? ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുജ്തഹിദ് മുത്ലഖാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഹിജ്റ 800-കളിൽ ജീവിച്ച പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറയുകയാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുജ്തഹിദ് മുത്ലഖ് എന്ന വിഭാഗത്തിൽ പെട്ടയാളാണ്. ഒരാളല്ല പറയുന്നത്, ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. അസ്ഹാബുൽ മുതഅഖിരീൻ, ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുകയാണ്. ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഹംബലി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം ഇബ്നു ഇമാദ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ, ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വഫിഹ ശൈഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞ ഇമാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറയാൻ. ഇബ്നു തൈമിയ്യ ആരാണ്? ഇബ്നു തൈമിയ്യ അൽ ഹറാനി അൽ ഹംബലി, ഹംബലി മദ്ഹബ് ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞ് നിർത്തണ്ട. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത് എന്താണ്? ബലിൽ മുജ്തഹിദുൽ മുത്ലഖു, അദ്ദേഹം മുത്ലഖ് മുജ്തഹിദാണ്, മുജ്തഹിദ് മുത്ലഖാണ്. അപ്പൊ ഹംബലി മദ്ഹബിലേക്ക് ചേർക്കണ്ടാന്ന്. അദ്ദേഹം മുജ്തഹിദ് മുത്ലഖാണെന്ന് അഭിപ്രായം പറയാൻ ആരാണ് പറയുന്നത്? ഹംബലി മദ്ഹബ് പണ്ഡിതന്മാർ. അപ്പൊ ഇവർക്ക് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇങ്ങനെ അരിശവാ. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി നുണ പറയുക, എന്നിട്ട് ആ നുണ പിന്നെ പ്രചരിപ്പിക്കുക, ഒരു ഉളുപ്പില്ലാണ്ട് പ്രചരിപ്പിക്കുക. എന്തിനാണ് ഇങ്ങനെ വിരോധം വെച്ച് പുലർത്തുന്നത്? പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ആരാണ് എന്ന്. എന്നിട്ട് പറയാണ് മുജ്തഹിദ് മുത്ലഖാണ് ആരും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എന്നാ. അപ്പൊ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരൊന്നും മനുഷ്യന്മാരല്ലേ? ജിന്നുകളാണോ? എന്ത് പറ്റി ഇവർക്ക്?